stage. Hi. என்ன சொல்றே? ഒന്നും ചൊല്ലലേ. ഒന്നും சொல்லலையே, அதாவது ஒண்ணுங்க. ദേ വരുന്നു എന്റെ ഐശ്വര്യ റായ്. അതെ അതെ. Yes. ഇപ്പൊ റൈക്ക എന്ന് പറഞ്ഞാൽ ആർക്കും അറിഞ്ഞൂടാ. അമ്പത്തൂർ സിംഗം എന്ന് പറഞ്ഞാൽ സിംഗം സിംഗം സിംഗിളാதான் വരും. அப்படியா? கரெக்டா? இது கரெக்ட். അതിന്റെ ഒറിജിനൽ ഒറിജിനൽ. എന്ന് പറഞ്ഞു. മതങ്ങൾ പറ. சிங்கா சிங்கிளா தான் வரும். ആ பண்ணீங்க கூட்டமா தான் வரும். എന്തൊക്കെ കഴിവുകളാണ് ഈ മനുഷ്യനിൽ ഒളിപ്പിച്ചു അതെ, വെച്ചിരിക്കുന്നത്. ഹിഡൻ ടാലന്റ്സ് മൊത്തം മതങ്ങളുടെ. അപ്പൊ സിംഗിൾ ആയിട്ട് വന്ന സിംഗം ഇന്ന് ഏത് പാട്ടാണ് പാടുന്നത്? പൂഞ്ചിലിന് മേലെ ഊഞ്ഞാലിടും. സമ്മർ ഇൻ ബെത്ലഹേം. മൂവി സമർ ഇൻ ബെത്ലഹേം ഇയർ 1998. പാടിയത് ചിത്രാമ്മ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, കമ്പോസർ വിദ്യാസാഗർ സാർ. வெரி குட். ജൽദോഷ് മാറിയോ? ഇല്ല, இல்ல ഇല്ല. എന്നെ பண்ண போறேன் അത് அது கூட இந்த மாதிரி இருக்கு இல்ல? என்ன கோல் ஸ்டீம்ல எடுத்துட்டு இருக்கல. അത് ഇപ്പടി ഇരിക്കും, നമ്മ പാടാക്കി ഇരിക്ക മുടിയാതെ. നമുക്ക് ഗോൾഡിന് അടുത്ത് പറയാം. എന്ത് പറയാം? ഗെറ്റ് ലോസ്റ്റ്. അത്രേ ഉള്ളൂ. என்ன சிம்பிள் இல்ல? ஆமா, சிம்பிள், ரொம்ப சிம்பிள். ரொம்ப சிம்பிள். ஆனா வரது ரொம்ப சிம்பிளா தான் வரும். ஆனா போறது ரொம்ப கஷ்டமா ஆமா, போறது. correct. அப்படியா? Correct. வரது അങ്ങനെ. எப்படி வருதுன்னே தெரியாது. தெரியாது. பட் போனோம்னா we have to put effort. ആ പോയിന്റ്. അതെ അതെ, വാലിഡ് പോയിന്റ് റൈക്ക. വെരി ഇന്റലിജന്റ്. வரது ரொம்ப effort போடாக்கி அது வருது. വെറുതെ അല്ലേ? ശരിയാ. இன்னொன்னு எனக்கு சொல்றதுக்குண்டே, என்னாச்சு? എന്താ? என்ன நான் வந்து அம்பிளிக்கொம்பத்தை வந்து வடக்கந்திரையில கோவில்ல இருக்கிற மேல்சாந்திக்கு வந்து டெடிகேட் பண்ணேன் இல்லையா? ഉം. அது கழிஞ்சிட்டு, அந்த பாட்டு கழிஞ்சிட்டு அப்பாவும் அம்மையுமா அந்த கோவிலுக்கு போனான். அந்த கோவிலுக்கு போனப்போ அவர் வந்து எனக்கு வேண்டி ஒரு ட்ரெஸ் அம்மனோட காலில் பூஜை பண்ணி வச்சிருந்தார். அப்போ அவருக்கு என்னோட பாட்டு ரொம்ப பிடிச்சது சொன்னார். ஸோ அது எனக்கு ரொம்ப பிளெஸிங்கா இருந்தது. அதுக்கப்புறம் கிரீஷ் புத்தஞ்சேரி சார் இருக்கார் இல்லையா? ஆமா. கிரீஷ் புத்தஞ்சேரி சார என்னோட அப்பா ஒரு ஞானி மாதிரியாக்கும் பாக்குறான். அது அவர் எழுதுற லிரிக்ஸ் எல்லாமே அப்பாவோட லைஃப்ல நடந்திருக்குன்னு அப்பா சொல்லுவாங்க. ராத்திங்கள் பூத்தாலி சார்த்தி இருக்கு இல்லையா? அப்பாவோட லைஃப்ல நடந்துக்கா? திங்கள் பூத்தாலி. அப்ப அவரு போட்டிருக்கிறது இந்த திங்கள் பூத்தாலி தானே? அது எப்படி? അത് എപ്പടി? അതില് അനുപല്ലവി പാരിഴുൾ ഇത് പല്ലവിയെ പറ്റിയാണല്ലോ പറഞ്ഞത്, ശരിയല്ല? പറ്റിയാ പറഞ്ഞത്. അല്ല, അതിന്റെ അനുപല്ലവി പാരിഴുൾ വീഴ്മി നാലുകെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമി. എന്റെ ഒരു ഫാമിലി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു. എന്റെ വൈഫ് എന്റെ വീട്ടിൽ കയറി വന്നത് മുതൽ അത് ചേഞ്ച് ആയി. അപ്പോ എന്റെ വൈഫ് വന്ന പിന്നെയാണ് നമ്മൾ നല്ല രീതിയിൽ ഇരുന്ന ഫാമിലി ബിസിനസ് ഒക്കെ പോയി അങ്ങനെ വീട് വിൽക്കുന്ന ഒരു സ്ഥിതിയിലായിരുന്നു. എന്റെ കല്യാണം തീർച്ചയായ ശേഷം മുതല് there is a lots of change. എന്റെ വൈഫ് വന്ന മഹാലക്ഷ്മി. അപ്പൊ ഞാൻ എപ്പോഴും പറയും ഗിരീഷ് പുത്തഞ്ചേരി സാർ എഴുതിയ ലിറിക്സ് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയി. ഞാൻ എന്റെ വൈഫിനോട് ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല, ബട്ട് ഈ വേദിയിൽ പറയാൻ ഞാൻ പറയുന്നു. ഞാൻ റൈക്കോട് പറഞ്ഞിട്ടുണ്ട് ആക്ച്വലായിട്ട്. ഉള്ളിൽ മനസ്സിലാക്കിയിട്ട് എഴുതുന്നതാണോ? തീർച്ചയായിട്ടും. പക്ഷെ ഗിരീഷേടൻ പറഞ്ഞതിന് ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് ഞാൻ പറയും. എന്താ അന്ന് പറഞ്ഞില്ലേ ആ പാദങ്ങൾ അവിടെ തൊട്ടപ്പോൾ പൗർണമിയായിരുന്നു. റൈക്ക വന്ന പിന്നെ എല്ലാ ദിവസവും പൗർണമിയായി. அப்பா ஒரு great listener ஆகும். அப்படியா? വണ്ടർഫുൾ. So today's listener, all the best. Thank you. ഇപ്പൊ നമ്മൾ ലിസൺ ചെയ്യാം. നമ്മൾ ലിസൺ ചെയ്യാൻ. நீங்க லிசன் பண்ணி கேட்டு கத்துண்ட பாட்டு இன்னைக்கு கேட்கலாம். ஓகே? Okay. Thank you. മലർച്ചിറകിൽ പറന്നുയരാൻ ആഘോഷമേ ഒഴിവുകാലം. പൂഞ്ചില്ലമേ ഊഞ്ഞാലിടും പുലർക്കാലമേ സുഖമല്ലയോ.
ചിറകിൽ പറന്നുയരാ ആഘോഷമേ ഒഴിവുകാലം. നൈസ് നൈസ് ഗുഡ് ഗുഡ്. ഏറ്റവും നല്ല കമന്റ്സ് വരുമ്പോൾ നമ്മൾ കൈയടി കൊടുക്കണം. നമ്മുടെ ക്യാപ്റ്റൻ ഒരു കൈയടി കൊടുക്കണം. അപ്പൊ റൈക്ക ബേബി, ഓ your score is 97 out of 100. റൈക്ക ബേബി ഹാപ്പി അല്ലേ? ചുമയൊക്കെ കുറഞ്ഞോ? കുറഞ്ഞിട്ടില്ല, എനിക്കും കുറഞ്ഞിട്ടില്ല. ഓൾ ദ ബെസ്റ്റ്. വേഗം കുറയും കേട്ടോ. ബൈ.